ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്ത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് അത്ര വലിയ വലിപ്പമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇതുകൊണ്ട് നമുക്ക് നല്ല രുചിയുള്ളൊരു ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 10-12 ചെറിയ ഉള്ളി വേണം. പിന്നീട് ഒരു 2-3-4 അല്ലി വെളുത്തുള്ളി വേണം. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്. ഈ 2 പച്ചമുളകിന് വലിയ എരിവൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് പെരുംജീരകം വേണം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ക്രഷായിട്ട് എടുത്താൽ മതി, ഒരുപാട് അരഞ്ഞു പോകരുത്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചെമ്മീൻ ഫ്രൈ ആണ്, അതുകൊണ്ടാണ് കേട്ടോ 1/2 ടീസ്പൂണൊക്കെ കുരുമുളക് ചേർക്കുന്നത്. ഇനി പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. പെരുംജീരകമൊക്കെ അതിൻ്റെ കൂടെ ഇട്ട് ചതച്ചിട്ടുണ്ട് കേട്ടോ, അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പൊടി മസാലകളാണ്. അതിന് വേണ്ടിയിട്ട് 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. എരിവിനനുസരിച്ച് 1-1.5 ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് അത്യാവശ്യം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ചെറുനാരങ്ങ നീര് പിഴിഞ്ഞതാണ് കേട്ടോ. 1/2 ചെറുനാരങ്ങ നീര് പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നീട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ചെമ്മീനിൽ പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമ്മൾക്കിതിങ്ങനെ വെക്കാം കേട്ടോ. അരമണിക്കൂറോ അല്ലെങ്കിൽ 1/4 മണിക്കൂറോ വെച്ചാലും മതി. അരമണിക്കൂറിന് ശേഷം നമ്മളൊരു തവ അടുപ്പിൽ വെച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് എല്ലായിടത്തേക്കും ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ നേരത്തെ മസാലയിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കുഴച്ചെടുത്തിട്ടുണ്ടല്ലോ. എന്നാലും ഒരിത്തിരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർക്കണം കേട്ടോ. ഈ വെളിച്ചെണ്ണ എല്ലായിടത്തും ഒന്ന് ആകുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീനുകൾ ഓരോന്നോരോന്നായിട്ട് തവയിലേക്ക് നന്നായിട്ട് പെറുക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ നമ്മളിതാ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചട്ടിയിൽ ബാക്കി വന്നിട്ടുള്ള മസാലകളുണ്ടല്ലോ, ആ മസാല മൊത്തം ഇതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. മസാല കണ്ടാൽ തന്നെ അറിയാം നല്ല എരിവുണ്ടാവുമെന്ന്. സത്യത്തിൽ ഇതൊരു നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എരിവ് കുറച്ചാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത മസാലകളൊക്കെ ഒന്ന് കുറച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിലേക്ക് ഇതങ്ങനെ വിതറി കൊടുക്കുക കേട്ടോ. ഇനി ഇതൊക്കെ വിതറി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഞാനിതിപ്പോൾ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് ഇത് ഞാൻ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 4 മിനിറ്റിന് ശേഷം മൂടി ഒന്ന് മാറ്റി തുറന്ന് നോക്കാം. അപ്പോൾ ചെമ്മീനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് വെച്ച് ഈ വെള്ളം ഒന്ന് വറ്റിച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഒക്കെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലകളൊക്കെ ചെമ്മീനിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.